ജീവിതമാകെ മടുത്ത പോലെ. എല്ലാം അവസാനിപ്പിച്ചിട്ട് വേറെ വല്ല നാട്ടിലും പുനർജനിച്ചായിരുന്നെങ്കിൽ ലൈഫ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഓഹോ, അപ്പോൾ എന്നിട്ട് അവിടെയും ഇതേ പ്രശ്നമുള്ള ജീവിതമൊക്കെ ആണെങ്കിലോ? എങ്കിൽ ഒന്നുകൂടെ ചത്തിട്ട് വീണ്ടും ജനിച്ചാൽ പോരെ? ഇതെന്താടാ സൂപ്പർ മാരിയോ ഗെയിമോ പിന്നെ ജീവിച്ചു വരാൻ? എടാ, ഈ മരിക്കുന്നവർ പറ്റിയടിക്കാൻ പോയാൽ മതി. ഈ ബാക്കി കൂടുതലുള്ളവരെ കിടന്ന് ഈ ജീവിതം മൊത്തം അനുഭവിക്കുന്നത്. വേറെ ആരും നോക്കണ്ട, നീ എൻ്റെ അച്ഛനമ്മ ഓർത്ത് നോക്ക്. കാലം വായിക്കാത്ത മുറിവുകളുണ്ടോ? എല്ലാ മരണ വീട്ടിലും 3-4 ദിവസം കഴിയുമ്പോൾ പഴയ ചിരിയും കളിയൊക്കെ തിരിച്ചു വരും. പിന്നെ എല്ലാവരും മരിച്ച ആളിനെ മറന്നു തുടങ്ങും. കൂടിപ്പോയ 2 കൊല്ലം. ഇവരെന്തോ കാര്യമായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് പിടിച്ചിട്ട് കാര്യമില്ല, ട്രാക്ക് മാറ്റാം. എടാ, ഈ ജൈനമതക്കാരുടെ വിശ്വാസപ്രകാരം ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടിങ്ങനെ അലഞ്ഞു നടന്നിട്ട് ആദ്യം കാണുന്ന ജനിക്കാൻ പോകുന്ന ശരീരത്തിൽ കയറും. അങ്ങനെ അവരുടെ വിശ്വാസം. അതിന് അല്ല, നീ എങ്ങാനും മരിച്ചിട്ടേ ഇവിടെ അടുത്ത് കോഴി ഫാമൊക്കെ ഉള്ള നിൻ്റെ ആത്മാവ് ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴിയുടെ ദേഹത്ത് കയറിയിട്ട് അവിടെ പോയി നീ ആ ഫാമിൽ ഇങ്ങനെ വളരുമ്പോൾ ആ കൂടുള്ള നിൻ്റെ കൂട്ടുകാർ കോഴിയൊക്കെ ഇങ്ങനെ ഷവായിക്ക് അൽഫാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊന്നിട്ടേ എന്നിട്ട് ഗ്രില്ലൊക്കെ അടിക്കുന്ന സമയത്ത് നിൻ്റെ ഒരു അവസരത്തിന് വേണ്ടി നീ ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഫീലായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, അന്ന് ആലോചിച്ച് നോക്കേ. എന്നിട്ട് നിന്നെയും ഇതുപോലെ ബിസ്മിയിൽ അറുത്തിട്ട് നീ അവിടെ കിടന്ന് പെടഞ്ഞ് ചത്തിട്ടേ പിന്നെ അവിടുന്ന് നിൻ്റെ ആത്മാവ് പിന്നെ ജനിക്കാൻ പോകുന്നൊരു പോത്തിൻ്റെ ദേഹത്ത് കയറിയാലോ? ആലോചിച്ച് നോക്കിയേ. എന്തായാലും പെരുന്നാൾ നിന്നെ അറക്കും ബിരിയാണി വെക്കാൻ ഉറപ്പാ. പോട്ടെ, നീ വല്ല കാട്ടിലെ മാനായിട്ട് അനിച്ചെങ്കിലോ പിന്നെ നീ തീർന്ന്. സിംഹം, കടുവ, പുലി, കരടി, കങ്കാരു, ഹിമക്കരടി, പെൻഗ്വിൻ ഇവരെല്ലാം നിന്നെ ഓടിച്ചിട്ട് പച്ചക്കില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ അവസ്ഥയൊക്കെ. ഏറ്റവും ഒന്ന് ഇത്തിരി മോട്ടിവേഷൻ കൂടെ കൊടുക്കാം. എടാ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് ലക്ഷക്കണക്കിന് ബീജങ്ങളുടെ കൂടെ മത്സരിച്ച് ഓടി അതിനകത്ത് ഒരു വിജയമായിട്ട് ഒരു മനുഷ്യൻ ജനിക്കുന്നത്. അതായത് 1,000,000 നമ്മൾ ജനിക്കാനുള്ള സാധ്യത. അത്രയും വിലയുള്ള ഒരു ജീവൻ കളയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം വേറെ ഉണ്ടോടാ? ഏറ്റവും തോന്നുന്നു പടച്ചോനെ.